മസാലയൊന്നും വഴറ്റാതെ മാവും കുഴക്കാതെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് വൈകുന്നേരങ്ങളിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് ക്യാബേജ് ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തു. അതേ അളവിൽ തന്നെ ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു അല്പം മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1/2 ടീസ്പൂണ് ഗരം മസാലയും. ഇനി ഒറിഗാനോയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതും ഒരു 1/2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും 1 ടേബിൾ സ്പൂൺ മയോണൈസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ പരത്തിയെടുക്കുന്നതിന് മുന്നേ ആയിട്ട് ബ്രെഡ് ഒരു 3 സെക്കൻഡ് 3-4 സെക്കൻഡ് ഒന്ന് ആവിയേറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൊട്ടി പോവാതെ നമുക്ക് സിമ്പിളായിട്ട് പരത്തിയെടുക്കാനും അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ആവിയേറ്റി എടുത്തതിന് ശേഷമാണ് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ഇനി ഇതാ ഇതുപോലൊരു അടപ്പ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബ്രെഡിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ടുള്ള ഏതെങ്കിലും കുക്കി കട്ടർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു അടപ്പ് വെച്ചിട്ടോ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കത്തി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ, അതിൻ്റെ പകുതിയായിട്ട്. ഇനി ഇതാണ് നമ്മൾ മടക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ റെഡി ആക്കി എടുക്കുന്നത് ഒരു സ്മോൾ ബൈറ്റ്സ് ആണ് കേട്ടോ, സമൂസ ബൈറ്റ്സ് ആണ്. അപ്പോൾ ഈ സമൂസയുടെ ഷേപ്പിൽ ഇതിനൊന്ന് മടക്കിയെടുക്കണം. അപ്പോൾ ഈ ഒരു 2 സൈഡ് ആദ്യം നമുക്കൊന്ന് മടക്കിയെടുക്കാം. മടക്കിയെടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളം തന്നെ മതി കേട്ടോ, ബ്രെഡ് ആയതുകൊണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിൽ ഇങ്ങനെ ബ്രെഡിൻ്റെ സൈഡിൽ വെള്ളം ഒന്ന് നനച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതവിടെ ഒട്ടിയിരുന്നോളും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്കതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു ഫില്ലിങ് കുറച്ച് വെച്ച് കൊടുക്കാം. ചെറിയതായതുകൊണ്ട് കുറച്ച് ഫില്ലിങ് മതി. എന്നിട്ട് ഈ ഒരു സൈഡും കൂടെ നമ്മൾ വെള്ളം നനച്ചിട്ട് അതുപോലെ തന്നെ കൈകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്കിനി ബാക്കിയുള്ളതെല്ലാം ചെയ്യാം. ഇനി ഒരു ബൗളിൽ 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് തിക്കായിട്ടും അല്ല, ഒരുപാട് വെള്ളം പോലുള്ള ബാറ്റർ അല്ല കേട്ടോ. ഈ ഒരു ലൂസിലുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ഇനി അതിലേക്ക് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഈ ഒരു സമൂസ ബൈറ്റ്സ് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ എല്ലാ പീസും ചെയ്തെടുത്തതിന് ശേഷം നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് റെഡി ആയിട്ട് വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ അടിപൊളിയായിട്ടുള്ള ക്രഞ്ചി സമൂസ ബൈറ്റ്സ് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പം മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്